മീരയാണെങ്കിൽ സേതുവിനും പത്മയ്ക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാവരും കൂടി ഒരുപാട് കാലത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. സേതു ഒരാഴ്ച കൂടി കഴിഞ്ഞാണ് ജോലിക്ക് പോയി തുടങ്ങിയത്. പത്മ സദാ നേരവും കുഞ്ഞാറ്റയുടെ കൂടെയാണ്. എന്നും അവളെ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിക്കും. കുറേ സമയം അവരോട് വിശേഷങ്ങളൊക്കെ പറയും. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. വിവാഹം കഴിഞ്ഞിട്ട് വർഷം 6 പത്മയ്ക്ക് ഇതുവരെയായിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. അവൾക്കിപ്പോൾ വിഷമമൊന്നുമില്ല. കാരണം അവൾ തന്നെ അവളുടെ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി തനിക്കൊരമ്മയാകാനുള്ള യോഗ്യതയില്ലെന്ന്. തിരുമുൽപ്പാട് പറഞ്ഞതുപോലെ തൻ്റെ വിവാഹ ജീവിതം താറുമാറായിന്ന് അവൾ വിശ്വസിച്ചു. ഇടയ്ക്കവൾ സേതുവിനോട് പറഞ്ഞതാണ് തന്നെ ഉപേക്ഷിക്കുവാൻ. അന്ന് അവൻ്റെ വക ആവശ്യത്തിന് ശഹാരം കിട്ടിയവൾക്ക്. പിന്നീട് ഒരിക്കലും അവനോട് അതേപ്പറ്റി സംസാരിച്ചിട്ടുമില്ല. ഇടയ്ക്ക് 2-3 തവണ പത്മയും സേതുവും നാട്ടിൽ പോയിരുന്നു. കുറച്ച് ദിവസം നിന്നിട്ട് രണ്ടാളും മടങ്ങും. ദേവകി ഇനി ഡൽഹിയിലേക്കില്ലെന്ന് മകനോട് തീർച്ച പറഞ്ഞു. അതുകൊണ്ട് മകൻ പിന്നെ അവരെ നിർബന്ധിച്ചുമില്ല. മീരയുടെ മകൾ കുഞ്ഞാറ്റയാണ് പത്മയ്ക്ക് കൂട്ട്. ഒരു ദിവസം മീരയുടെ അമ്മാവനും അമ്മായും കൂടെ ഡൽഹി ചെന്നു. മീരയുടെ അമ്മാവന് എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പത്മയെ മീരയുടെ അമ്മായി പരിചയപ്പെട്ടു. കുട്ടികളില്ലെന്നറിഞ്ഞതിൽ അവർക്ക് ഒരുപാട് സങ്കടമായി. മോളെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. നിനക്കൊരുപാട് പ്രായമൊന്നും ആയില്ല. ഞാനൊരു കാര്യം പറയാം, നീ അതുപോലെ ചെയ്യുമോ? എന്താണമ്മായി, പറയൂ. നീ ഇന്ന് വൈകുന്നേരം കുളിച്ചീറനോടെ വിളക്ക് കത്തിച്ച് ഒരു നേർച്ച നേരണം. അവർ അതെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഉറപ്പായും നിനക്ക് വിശേഷം ഉണ്ടാകും. ഒരുപാട് പേരുടെ അനുഭവം എനിക്കറിയാം മോളെ. അവർ പറഞ്ഞതിന് പ്രകാരം പത്മ അന്ന് വൈകുന്നേരം നേർച്ച നേർന്നു. സേതുവേട്ടനോട് തൽക്കാലം പറയേണ്ടെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. നാട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ അവൾ മെഡിസിൻ പോലും കഴിക്കുന്നില്ല. ആദ്യമൊക്കെ എല്ലാം മുറ പോലെ ചെയ്യുമായിരുന്നു. പിന്നീട് അതെല്ലാം വേണ്ടെന്ന് വെച്ചു. സേതു ഇടയ്ക്കൊക്കെ വഴക്ക് പറയുമെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ദിവസങ്ങൾ പിന്നിട്ടു. സേതുവിന് കാലത്തെ തന്നെ ഓഫീസിൽ പോകണമായിരുന്നു. പത്മ അവന് കഴിക്കാനായി ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുകയാണ്. കുക്കറിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുകയാണ്. പത്മ പൊടികളെല്ലാം മൂപ്പിച്ചു. കുക്കറിൻ്റെ അടപ്പ് തുറന്നു. പെട്ടെന്ന് അവൾ വാഷ് ബേസിൻ്റെ അരികിലേക്ക് ഓടി. അവളെ ഓക്കാനിച്ചിട്ട് വയ്യ. പത്മ, എന്തു പറ്റി? കുളി കഴിഞ്ഞിറങ്ങി വന്ന സേതു അവൾക്കരികിലേക്ക് വന്നു. അറിയില്ലേട്ടാ, ഭയങ്കര ക്ഷീണം. പെട്ടെന്നങ്ങ് മനം പുരട്ടി വന്നു. പത്മ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലേട്ടാ. കുറച്ച് കഴിഞ്ഞ് മാറും. ഗ്യാസിൻ്റെ ആണ്. ഓക്കെ ഓക്കെ, എന്നാലും നമുക്കൊന്നുപോയി ഡോക്ടറെ കാണാം. നിനക്ക് 2 ദിവസമായിട്ട് വല്ലാത്ത ക്ഷീണമുണ്ട്. അവൻ കുറേ നിർബന്ധിച്ചപ്പോൾ പത്മ അവൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ പോയി. ഇതിനു മുൻപും പത്മയ്ക്ക് ഇതുപോലെ ഛർദി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വിശേഷം ഉണ്ടാവുമെന്ന് കരുതി പാവം പത്മയും സേതുവും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുമുണ്ട്. പത്മയോട് അന്നും പതിവ് പോലെ UPT ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. യൂറിൻ കൊടുത്തിട്ട് പത്മയും സേതുവും വീണ്ടും ഡോക്ടറെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്നതാകയാൽ സേതുവും വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. കുറച്ച് കഴിഞ്ഞതും പത്മയെ ഡോക്ടർ അകത്തേക്ക് വിളിച്ചു. സേതു ഒരു കോൾ വന്നതിനാൽ വെളിയിൽ തന്നെയായിരുന്നു. പത്മ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 വർഷം. കുട്ടികൾ? ഇതുവരെ ആയിട്ടില്ല. ട്രീറ്റ്മെൻ്റ് എടുത്തില്ലേ? എടുത്തിരുന്നു ഡോക്ടർ, പക്ഷേ ഇപ്പോൾ 1 ഇയർ ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഏത് ഹോസ്പിറ്റലിലായിരുന്നു? ഞങ്ങൾ നാട്ടിലായിരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ? പുറത്തുണ്ട്. സേതുവിനെയും കൂടെ ഡോക്ടർ അകത്തേക്ക് വിളിച്ചു. മിസ്റ്റർ സേതു ആൻഡ് പത്മ, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പത്മ ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡോക്ടർ, യു മീൻ? സേതു ചാടി എണീറ്റു. യെസ് സേതു, നിങ്ങളുടെ ഭാര്യ ക്യാരിങ് ആണ്. ഷീസ് പ്രഗ്നൻറ്റ്. രണ്ടാൾക്കും തങ്ങളുടെ കാതുകളെ വിശ്വസിക്കാനായില്ല. സത്യമാണോ? പത്മയാണെങ്കിൽ മറ്റേതോ ലോകത്താണ്. അവൾക്കാണെങ്കിൽ വിശ്വാസം വരുന്നില്ല. ഡോക്ടർ, ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യോ? എനിക്ക് സത്യം പറഞ്ഞാൽ. ഏയ്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ വിശ്വസിച്ചോളൂ. ഹാപ്പി ആയിട്ടിരിക്കും പത്മ.
എന്നാലും ഡോക്ടർ, ഒരെന്നാലും ഇല്ല. ഡോക്ടർ വൈദേഹിയാണ് ഇവിടുത്തെ ഫേമസ് ഗൈനക്കോളജിസ്റ്റ്. അവരെ കണ്ടാൽ മതി. അവർ പറഞ്ഞതിന് പ്രകാരം ഡോക്ടർ വൈദേഹിയാണ് അവർ പോയി കണ്ടത്. പത്മയുടെ മനസ്സിൽ നിറയെ അപ്പോൾ താൻ നേർന്ന നേർച്ചയായിരുന്നു. മടങ്ങും വഴി അവൾ ഇക്കാര്യം സേതുവിനോട് പറഞ്ഞു. സേതുവും ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്കുറപ്പായും പോകാം, കുഞ്ഞുണ്ടാവട്ടെ, അവൻ പറഞ്ഞു. അവൾക്കിഷ്ടമുള്ളതെല്ലാം ബേക്കറി കയറി മേടിച്ചു കൂട്ടുകയാണ് സേതു. തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോൾ മീരയും കാർത്തി ഓടി വന്നു. അവരോട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ കാര്യം സേതു വിളിച്ചു പറഞ്ഞിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. പത്മയാണെങ്കിൽ മീരയുടെ അമ്മായിയെ വിളിച്ച് നന്ദി പറഞ്ഞു. നാട്ടിൽ നിന്ന് അമ്മയും മുത്തശ്ശിയുമൊക്കെ വീഡിയോ കോൾ ചെയ്തു. പത്മ എപ്പോഴാണ് നാട്ടിൽ വരുന്നതെന്നാണ് അവരുടെ ചോദ്യം. ദേവകിയും സന്തോഷത്തിലാണ്. ഒരു കുഞ്ഞ് വരാൻ പോകുന്നുവെന്നറിഞ്ഞതും ദേവകി മാറിപ്പോയി. മോളെ, നീ ശരിക്കും റെസ്റ്റ് എടുക്കണം. ഡോക്ടർ തന്ന മരുന്ന് കഴിക്കണം. ഫ്രൂട്ട്സൊക്കെ വിഷമാണ്, അതുകൊണ്ട് അതൊന്നും കഴിക്കരുത്. സേതു അമ്മയെ തന്നെ ഉറ്റുനോക്കി. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മുമ്പ് കണ്ടിട്ടില്ലേ? ഊവ്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനമ്മേ? അതൊക്കെ അങ്ങനെയാണ്. പിന്നീട് അവൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ദേവകിക്കാണെങ്കിൽ വാദത്തിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അവർക്ക് ഡൽഹിയിൽ വരാൻ സാധിക്കില്ല. അതുപോലെ മുത്തച്ഛനും മുത്തശ്ശിയും പ്രായമായതുകൊണ്ട് ഗിരിജയ്ക്കും വരാൻ പറ്റില്ല. എന്നും എല്ലാവരും വിളിച്ച് അവളെ ഫോണിൽ കൂടി കാണും. വരാൻ സാധിക്കില്ല എന്ന വിഷമം മാത്രമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, ഞാനുണ്ട്. പിന്നെ മീര അടുത്ത ഫ്ലാറ്റിലുണ്ട്. സേതു എല്ലാവരെയും ആശ്വസിപ്പിച്ചു. എത്ര ചുംബനം കൊടുത്തിട്ടും സേതുവിന് മതിയാകുന്നില്ല. എന്നാലും എൻ്റെ പത്മക്കുട്ടി, ഒടുവിൽ ഈശ്വരൻ കണ്ണ് തുറന്നല്ലോ. നമ്മുടെ പ്രാർത്ഥനയാണ് ഏട്ടാ. നമ്മുടെ കണ്ണുനീരിന് ഈശ്വരൻ തന്ന വരദാനമാണ്. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്ന് അവൾ പറഞ്ഞു. സത്യം പത്മ, നിൻ്റെ ഓരോ തുള്ളി കണ്ണീരും അതെനിക്കറിയാം. നീ കരയുമ്പോൾ എനിക്കും കരയാതിരിക്കാനാവില്ല. നീ അറിയാതെ ബാത്റൂമിൽ കയറി ഞാനും കരയും. എന്തായാലും എനിക്ക് കുഴപ്പമില്ലേട്ടാ. ഒക്കെ നമ്മുടെ ഈശ്വരൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ രണ്ടാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ നാമ്പ് പൊട്ടിമുളച്ചു. ചെറിയ ഛർദിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പത്മയ്ക്ക്. വേറെ കാര്യമായ ക്ഷീണമൊന്നുമില്ല. എന്നാലും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് അവൾ ഒരുപാട് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഏട്ടാ, ഒരു മോൻ മതിയായിരുന്നല്ലേ? നോനോ, മോൾ മതി. രണ്ടാളും കൂടി വഴക്കുണ്ടാക്കി. എൻ്റെ നാഗത്താനെ ക്ഷമിക്കണേ. എന്തായാലും എൻ്റെ ഉണ്ണിക്ക് ആരോഗ്യം ആയുസ്സും തന്നാൽ മതി. ഒടുവിൽ പത്മ പറഞ്ഞു. സേതു ആണെങ്കിൽ എന്നും കാലത്തെ ഉണർന്ന് കുളി കഴിഞ്ഞ് സൂര്യഭഗവാനെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിനു വേണ്ടി. അങ്ങനെ മാസങ്ങൾ പിന്നിട്ടു. ഒരു തവണ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇരട്ടി സന്തോഷമാണ് വരാൻ പോകുന്നതെന്ന്. ഇരട്ടക്കുട്ടികളാണ് പത്മയുടെ വയറ്റിൽ, ഒരാണും ഒരു പെണ്ണും. ഡോക്ടർ വൈദേഹി പറഞ്ഞു. ഈശ്വര, നീ ഞങ്ങളുടെ രണ്ടാളുടെയും പ്രാർത്ഥന കേട്ടോ. സേതുവിൻ്റെ മിഴികൾ നിറഞ്ഞു. അപ്പോൾ പത്മയ്ക്ക് ഇത്തിരി ടെൻഷൻ വന്നു. യോ ഏട്ടാ, എൻ്റെ വയറ്റിൽ 2 വാവയ്ക്ക് കിടക്കാനുള്ള ഇടമുണ്ടോ? ശോ, നീ ഇങ്ങനെയൊക്കെ പറയാതെ, നമ്മുടെ മക്കൾ കേൾക്കും. അവൻ അവളെ ശാസിച്ചു. അയ്യോ, അങ്ങനെയല്ല ഏട്ടാ, എൻ്റെ ഒരു ഡൗട്ട്. ഒന്നും മിണ്ടാതിരിക്കൂ നീ നല്ല ചിന്തയോടെ ഇരിക്കും. സേതു ആണെങ്കിൽ പത്മയുടെ ഓരോ ദിവസത്തെയും ചലനങ്ങളെല്ലാം നിരീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അവൾക്കൊരു കുറവും വരുത്താതെയാണ് അവൻ അവളെ നോക്കുന്നത്. നാട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞതാണ് അവരോട് അവിടേക്ക് ചെല്ലാൻ. പക്ഷേ 7 മാസം കഴിഞ്ഞു പോയാൽ മതിയെന്നാണ് സേതു അവളോട് പറഞ്ഞത്. 7 മാസം കഴിഞ്ഞ് രണ്ടാളും കൂടി ഒരുമിച്ച് നാട്ടിലേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചത്. പത്മയ്ക്ക് ഓരോ ദിവസവും ഓരോ ആഗ്രഹമാണ്. മസാല ദോശ, ചില്ലി പൊറോട്ട, വെജ് ന്യൂഡിൽസ്, ഇങ്ങനെ പോകുന്നു അവളുടെ മെനു. കുഞ്ഞുങ്ങൾക്ക് മെല്ലെ അനക്കം വെച്ച് തുടങ്ങി. യോ സേതുവേട്ടാ, എനിക്ക് പേടിയാവുന്നു. ഇടയ്ക്കെല്ലാം പത്മ അലറി വിളിക്കും. മീര വന്നവളെ ആശ്വസിപ്പിക്കും. കടിഞ്ഞൂലായതിനാൽ അതിൻ്റെ എല്ലാ ടെൻഷനും അവളിൽ കാണാം. 2 മക്കൾക്കും പത്മയ്ക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് സേതു എന്നും കിടക്കുന്നത്. സേതുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പത്മയുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞുങ്ങൾ ഇളകും. ഇടയ്ക്കൊക്കെ പത്മ വല്ലാത്ത കണക്കുകൂട്ടലാണ്, മക്കൾക്ക് ഏതു പേരിടണം എന്നൊക്കെ. പക്ഷേ സേതു പറഞ്ഞത് ഇപ്പോഴേ ഒന്നും വേണ്ട, എല്ലാം മക്കൾ വന്നതിന് ശേഷം മതിയെന്നാണ്. അങ്ങനെ 7 മാസമായപ്പോഴാണ് പത്മയും സേതു നാട്ടിലേക്ക് വന്നത്. എല്ലാവരും ഒരേ കാത്തിരിക്കുമായിരുന്നു. പത്മയ്ക്ക് ഇഷ്ടമുള്ള മാമ്പഴപ്പുളിശ്ശേരിയും ചേന മെഴുക്കുരട്ടിയും ഉള്ളി തീയലും ഇഞ്ചി പച്ചടിയും ഒക്കെ ഉണ്ടാക്കി
ഗിരിജ നോക്കിയിരിക്കുമായിരുന്നു അവരെ. ആദ്യം ദേവകിയുടെ അടുത്തേക്കാണ് അവർ പോയത്. അതിനുശേഷം അവരെല്ലാവരും കൂടിയാണ് ഇല്ലത്തേക്ക് എത്തിയത്. പത്മയെ കാറിൽ നിന്ന് പിടിച്ചിറക്കിയാണ് ദേവകി കൊണ്ടുവരുന്നത്. പത്മയെ കണ്ടതും മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒടുവിൽ ഈശ്വരൻ കണ്ണു തുറന്നല്ലോ. മുത്തശ്ശി, നിന്റെ കുഞ്ഞിനെ കണ്ടിട്ട് മരിക്കണം, അത് മാത്രമേ ഉള്ളൂ ഈ ഉള്ളവളുടെ പ്രാർത്ഥന. ഒക്കെ നടക്കും മുത്തശ്ശി, അവൾ അവരുടെ കരം ഗ്രഹിച്ചു. ഇനി പ്രസവം കഴിയും വരെ എല്ലാവരും കൂടി പത്മയുടെ ഇല്ലത്ത് കൂടാനാണ് തീരുമാനം. വിശ്വനാഥനാണ് അങ്ങനൊരു തീരുമാനം മുന്നോട്ട് വെച്ചത്. സേതുവും ദേവകിയും അതനുസരിച്ചു. പലഹാരങ്ങളായിട്ട് കുടുംബക്കാരെല്ലാവരും പത്മയെ കാണുവാനായി എത്തും. ചിലർ സഹതാപം പറയും ഇപ്പോഴും. പക്ഷേ പത്മ അതൊന്നും ചെവിക്കൊണ്ടില്ല. ചെക്കപ്പിന് വേണ്ടി പോയതാണ് പത്മയും സേതുവും ഗിരിജയും കൂടി. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഇനി തിരികെ പോവേണ്ട, അഡ്മിറ്റ് ആയിക്കോളാൻ. ഗിരിജ വേഗം ഫോണെടുത്ത് ദേവകിയോട് കാര്യം പറഞ്ഞു. അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള ബാഗൊക്കെ ഗിരിജ നേരത്തെ റെഡിയാക്കി വെച്ചു. അതെല്ലാമായിട്ട് വിശ്വനാഥനും ദേവകിയും ഉടൻ വന്നു. പത്മ അപ്പോൾ ലേബർ റൂമിലായിരുന്നു. പരിശോധന കഴിഞ്ഞ് അവളെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നത്. ഗിരിജയ്ക്ക് ആകെ ടെൻഷൻ. വിശ്വനാഥൻ നല്ല ചീത്ത പറഞ്ഞവർ. എന്തായാലും നാളെയാകുമെന്ന് ഇടയ്ക്ക് ഡോക്ടറും വന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവകിയും വിശ്വനും അവിടെ നിന്നും മടങ്ങി. പത്മ ആകെ ഉല്ലാസത്തിലാണ്. കാരണം കുഞ്ഞുങ്ങളെ കാണാൻ അവൾക്ക് കൊതിയായി. പത്മ, പെയിനുണ്ടോ? ഇല്ലേട്ടാ, എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലമ്മേ, ഈ പ്രസവവേദന എന്ന് പറയുന്നത് എന്താ? എനിക്കെന്താണ് പെയിൻ വരാത്തത്? സമയം ആകാഞ്ഞിട്ടായിരിക്കും കുട്ടി. പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ പിടിച്ച് കിടത്തിയത്? അതൊക്കെ ഡോക്ടർക്കല്ലേ അറിയൂ. നീ അടങ്ങിക്കിടക്ക്. അവർ മകളെ വഴക്ക് പറഞ്ഞു. വെളുപ്പിന് 1 മണിയായി കാണും പത്മയ്ക്ക് പെയിൻ വരാൻ മരുന്ന് വെച്ചപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് കൺട്രാക്ഷൻ ഉണ്ടാകാൻ തുടങ്ങി. പത്മയ്ക്ക് വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അവൾ ശ്വാസം വലിച്ചു വിട്ടു. സേതുനാണെങ്കിൽ അവൻ്റെ മുട്ടുകൾ വിറയ്ക്കുകയാണ്. ഗിരിജ വേഗം പോയി നഴ്സിനെ വിളിച്ചു. പത്മയ്ക്ക് ലേബർ റൂമിലേക്ക് നടന്നു പോലും പോകാൻ വയ്യ. 2 നഴ്സുമാർ ട്രോളിയുമായിട്ട് വന്നു. പത്മയ്ക്ക് അവിടേക്ക് പോകാൻ പേടി തോന്നി. എങ്കിലും മക്കളെ ഓർത്തപ്പോൾ അവൾക്ക് പ്രതീക്ഷയും. പെയിൻ വന്നും പോയി നിൽക്കുകയാണ്. 6 മണിയായി സമയം. പത്മയ്ക്ക് കാര്യമായി വിശേഷമായില്ല. ഗിരിജയും സേതുവും പ്രാർത്ഥനയോടെ ഇരുന്നു. ഇടയ്ക്ക് ഡോക്ടർ അവരെ വിളിച്ചു. പെയിൻ വരുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടി നോക്കാമെന്ന് സേതുവിനോട് പറഞ്ഞു. സേതുവിനോട് പത്മയെ കയറി കാണുവാനും ഡോക്ടർ ആവശ്യപ്പെട്ടു. പക്ഷേ അവന് പേടി. 7 മണി കഴിഞ്ഞു കാണും. 2 നഴ്സുമാർ പുറത്തേക്ക് വന്നു. പത്മ തീർത്ത? ഗിരിജയും സേതു ഓടി. 2 പേരുടെയും കയ്യിൽ കുരുന്നു വാവകൾ. സേതുവും ഗിരിജയും കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി. ഒരാൾ നല്ല ഉറക്കത്തിലായിരുന്നു. സേതുവിൻ്റെ കയ്യിൽ പെൺകുട്ടിയാണ്. അച്ഛയുടെ പൊന്നെ, അവൻ മെല്ലെ വിളിച്ചു. ഗിരിജയുടെ കയ്യിൽ ഉറങ്ങിയിരുന്ന കുഞ്ഞ് അത് കേട്ട് കണ്ണു തുറന്നു. ആ, അച്ഛനെ മനസ്സിലായി കേട്ടോ, ഒരു നേഴ്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സേതു മാറി മാറി 2 കുഞ്ഞുങ്ങളെയും എടുത്തു. ഇനി മതി കേട്ടോ, പീഡിയാട്രിഷ്യൻ വരട്ടെ, എന്നിട്ട് അമ്മയും മക്കളെയും കൂടെ റൂമിൽ മാറ്റാം. സിസ്റ്റർ, പത്മ? സേതു ചോദിച്ചു. സുഖമായിരിക്കുന്നു, ആള് ഹാപ്പിയാണ്. പ്രസവവേദന എങ്ങനെയാണെന്നായിരുന്നല്ലോ നിന്റെ സംശയം. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? റൂമിലെത്തിയതും സേതു അവളോട് മെല്ലെ ചോദിച്ചു. പത്മ ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചു. വിശ്വനാഥനും ദേവകിയുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തി. എല്ലാവരും സന്തോഷത്തിലാണ്. തക്കോട്ടനും പൊന്നാമ്പലും മക്കളെ എല്ലാവരും ഓമനിച്ച് വിളിക്കുന്നത് അങ്ങനെയാണ്. 2 പേരുടെയും കുറുമ്പ് നോക്കിയിരിക്കുവാണ് എല്ലാവരും. നേരം പോകുന്നത് അറിയില്ലെന്ന് മുത്തശ്ശൻ പറയും. കമിഴ്ന്ന് വീഴാൻ തുടങ്ങി 2 ആളും. വിശ്വനാഥൻ്റെ കയ്യിലാണ് പൊന്നാമ്പൽ. സേതു തക്കൂട്ടിനെയും എടുത്ത് മുറ്റത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു. കുഞ്ഞുങ്ങൾ 2 ആളും നിലത്ത് കിടക്കില്ല. എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുവാണ് എല്ലായ്പ്പോഴും. പത്മയ്ക്കൊരു ബുദ്ധിമുട്ട് പോലുമില്ല. പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞ് അവൾ സുന്ദരിക്കുട്ടിയായി. കാരണം എല്ലാവരും കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. മുത്തശ്ശിയും ദേവകിയും ഗിരിജയും ഒക്കെ മക്കളെ കൊഞ്ചിച്ചും താലോചിച്ചും ഇരിക്കും. 2 കുഞ്ഞുങ്ങൾക്കും 6 മാസം കഴിഞ്ഞു. അന്നപ്രാശം കഴിഞ്ഞ് എല്ലാവരും കൂടി പളനിക്ക് പോവാണ്. മക്കളുണ്ടാകും മുമ്പ് പത്മ നേർന്ന നേർച്ച കഴിപ്പിക്കാൻ. പളനിയാണ്ടവന് തങ്കത്തേര് വലിക്കുകയെന്ന നേർച്ചയാണ് പത്മ നേർന്നത്. എല്ലാം മുരുകൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് സേതു അവളും വിശ്വസിക്കുന്നത്. ആ നേർച്ച കഴിപ്പിച്ചിട്ട് പത്മയെ സേതുവും ഡൽഹിക്ക് മടങ്ങും, കൂടെ ദേവകിയും. കാലത്ത് എല്ലാവരും പുറപ്പെട്ടതാണ്. വൈകിട്ട് ദീപാരാധന കഴിഞ്ഞാണ് തങ്കത്തേര് വലിക്കുന്നത്. അതുകൊണ്ട് റൂമിലെത്തി ഫ്രഷായി എല്ലാവരും കോവിലിൻ്റെ മുമ്പിലെത്തി.
പത്മേ സേതു ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ നേർച്ച പാലിച്ചു. ഈശ്വര, ഞങ്ങളുടെ 2 മക്കൾക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകണേ. അവരുടെ ഓരോ ചുവടുകളിലും ഭഗവാനെ നിന്റെ കൃപയുണ്ടാകണേ. എൻ്റെ പത്മയ്ക്കും ദീർഘായുസ് കൊടുക്കണേ. സേതു ഇരുമിഴിയും അടച്ച് കൈകൂപ്പി. എൻ്റെ ആണ്ടവ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും നീ തന്ന മുത്തും പവിഴവുമാണ് ഞങ്ങളുടെ മക്കൾ. എത്ര പറഞ്ഞാലും തീരത്തില്ല നിന്നോടുള്ള കടപ്പാട്. എൻ്റെ സേതുവേട്ടനെയും എൻ്റെ പൊന്നോമനകളെയും നീ കാത്തുരക്ഷിക്കണേ. ഭഗവാനെ, നീ തന്നെ ഞങ്ങളുടെ തുണ. പത്മ പളനി ആണ്ടവൻ്റെ മുമ്പിൽ തൊഴുകൈകളോടെ നിന്നു. അച്ഛനും അമ്മയും തങ്കത്തേര് വലിച്ചു വന്നപ്പോൾ തക്കൂട്ടനും പൊന്നാമ്പിലും കൈകാലിട്ടടിച്ചു. കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പത്മേ സേതുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹവും.